ഇനി തൃശ്ശൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അതിങ്ങനെയാണ്: ഗുരുവായൂർ അമ്പലനടയിൽ കൈക്കുഞ്ഞുമായി മുല്ലപ്പൂ വിൽക്കുന്ന യുവതി. ആ യുവതിയുടെ കഥയാണ് വാർത്തയായി വന്നത് മാതൃഭൂമി ന്യൂസിൽ. പിന്നാലെ ഈ വാർത്ത വന്നതിന് പിന്നാലെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വാർത്ത. അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. അവരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സന്തോഷം. ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയാൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് മുല്ലപ്പൂ വിൽക്കുന്ന അമ്മയെ നമുക്ക് കാണാം. ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് മുല്ലപ്പൂ വിൽക്കാനായുള്ള ഒരു ജീവിത സാഹചര്യം അതെന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ദുരിത കഥയുണ്ട് അവർക്ക് പറയാനായി. എൻ്റെ സാഹചര്യങ്ങൾ മൂലമാണ് എനിക്ക് അങ്ങനെ മോനെ കൊണ്ടുവരേണ്ടി വരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ അതിയായ വിഷമമുണ്ട്. വീട്ടിലേ ഇല്ല, മോനെ നോക്കാനായിട്ട് ആരുമില്ല. ഞങ്ങളെന്നെ സഹായിക്കാൻ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ധന്യയെ കണ്ട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന മകളുടെ കല്യാണത്തിന് ആവശ്യമായ മുഴുവൻ മുല്ലപ്പൂവും പിച്ചിപ്പൂവും നൽകാനാണ് ഏൽപ്പിച്ചത്. വെറുതെ കാശ് കൊടുക്കുന്നതല്ല, അവരുടെ അധ്വാനം അതിൽ വരും. എൻ്റെ മകളുടെ മാംഗല്യത്തിലേക്ക് അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് വരും എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം നടത്തുന്നത് പോലെ ഞങ്ങൾ നടത്തി കൊടുക്കുന്നതാണ്. ലിഷോയ് തന്നെ ഉണ്ട് ഈ വാർത്തയുടെ സന്തോഷം കൂടി പങ്കുവയ്ക്കും. അതെ, ലിഷോയ്, ഈ സ്ത്രീയുടെ ജീവിതം എങ്ങനെയാണ് മാറി മറിഞ്ഞത്, എങ്ങനെ അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി, ആ കാര്യം ഒന്ന് പറയാമോ? തീർച്ചയായും വളരെ ഏറെ ഒരു പ്രയാസം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അവരെ കാണുന്നതും. ആ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് പുലർച്ചെ അതിരാവിലെയാണ് ഗുരുവായൂരത്തെ കാര്യമൊക്കെ നിർമ്മാല്യം തൊഴാനൊക്കെ വരുന്ന ആളുകളൊക്കെ പുലർച്ചെ തന്നെ, അതായത് തലേദിവസം രാത്രി തന്നെ എത്തുന്നവരുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മണി മുതലൊക്കെ അവർ ആ ഒരു അമ്പലനടയിൽ ഉണ്ടാകും. പടിഞ്ഞാറേ നടയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ വാർത്തയിലൂടെ അറിയിച്ചത് എല്ലാവരെയും. അതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ. സുരേഷ് ഗോപി ആദ്യം സഹായിച്ചു, ശേഷം പിന്നീട് ഒരു സിനിമ ഡയറക്ടർ അവരെ സഹായിച്ചു. അങ്ങനെ പല വിധത്തിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു സഹായങ്ങൾ അവർക്കുണ്ടായി. പിന്നീട് അവർക്കൊരു മുല്ലപ്പൂക്കട ഇട്ട് അവിടെ ഗുരുവായൂരിൽ തന്നെ ഒരു മുല്ലപ്പൂക്കട തുടങ്ങാനായി കഴിഞ്ഞു. അതിനും ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് അവർക്കതിന് കഴിഞ്ഞത്. നമ്മൾ പലപ്പോഴും ഇപ്പോഴും ഞാൻ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ അവരെ കാണാറുണ്ട്, അവരുമായി സൗഹൃദം പങ്കുവയ്ക്കാറുണ്ട്, അവരുടെ ഒരു സ്നേഹം നമ്മൾ അനുഭവിച്ചറിയാറുണ്ട്. ഒരു വാർത്തയിലൂടെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടാകുക. എത്ര വലിയൊരു വാർത്ത ചെയ്ത് അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞു ജീവിതം അത് മാറ്റിമറിക്കാനായി നമ്മളുടെ ഒരു വാർത്തയ്ക്ക് ഒരു നല്ല ഒരു മാറ്റം ഉണ്ടാക്കാനായി നമ്മളുടെ വാർത്തയ്ക്ക് കഴിയുമ്പോൾ. വാർത്ത മാറ്റിയ ജീവിതങ്ങൾ എന്ന് പറയാം. അതെ, വാർത്ത മാറ്റിയ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ്. നമ്മൾ വലിയ സംഭവങ്ങളോ വലിയ ബ്രേക്കിംഗ് ന്യൂസോ വലിയ സെൻസേഷണൽ വാർത്തകളോ ഒന്നുമല്ല, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ചിലപ്പോൾ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ മാത്രമല്ല. അഭിലാഷ് ഒരു കാര്യം ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്നത് വെറുതെ സഹായം ചെയ്യുകയല്ല, അവർ ഒരു കാര്യം ചെയ്യുന്നു, അതിനുള്ള കാര്യം എന്നുള്ള ഒരു പ്രതിഫലം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ മകളുടെ വിവാഹത്തിന് പൂ നൽകണം എന്നാവശ്യപ്പെടുന്നത്. അങ്ങനെ ഇടപെട്ടു. അത് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കി. അവർക്കും പുതുവർഷം കൂടുതൽ സന്തോഷം നൽകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായും.